നിമിഷ നേരം കൊണ്ട് രാകേഷിൻ്റെ തലക്കടിച്ച് അവനെ താഴെയിട്ട് അനുവിനെ അവർ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അബോധാവസ്ഥയിലും നിലവിളിക്കുന്ന അനുവിൻ്റെ ശബ്ദം രാകേഷിൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഡെവി ടോണിയോടും റോണിയോടും ഒപ്പം ഫ്ലാറ്റിൽ ഇരിക്കുവാണ്. അർജുനോടുള്ള ദേഷ്യത്തിൽ അവൻ ലാപ്പ് താഴേക്കിട്ടു. പെട്ടെന്നാണ് റോണിയുടെ ഫോൺ റിങ് ചെയ്തത്. ദേഷ്യത്തോടെ നിൽക്കുന്ന റോണിയെയും ഡെവിയെയും നോക്കിക്കൊണ്ട് മാവന് മാറി നിന്ന് കോൾ എടുത്തു. എന്നാൽ മറുപുറത്തു നിന്നുള്ള വാർത്ത കേട്ടതും അവൻ വേഗം ഡെവിയുടെ അടുത്തേക്ക് പോയി. ഇച്ചായ, ആ വീഡിയോ കണ്ടതിൻ്റെ ഞെട്ടിൽ ദേഷ്യത്തോടെ അർജുനെ കൊല്ലാനുള്ള കലിയിൽ നിൽക്കുന്നതാണ് ഡെവി. അർജുൻ കുറ്റവാളി തൻ്റെ മുൻപിൽ തന്നെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതോർക്കെ അവൻ്റെ ദേഷ്യം കൂടി. പെട്ടെന്നാണ് ടോണി അവൻ്റെ അടുത്തേക്ക് പോയത്. എന്താടാ? ഗൗരവത്തോടെ ഡെവി തല ഉയർത്തിയതും മുന്നിൽ ടെൻഷനോടെ നിൽക്കുന്ന ടോണിയെയാണ് കണ്ടത്. ഇച്ചായ, അത് അല്ല, ചേച്ചി ആരോ തട്ടിക്കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ തലക്കടിച്ച് ബോധം പോയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ആരിഫിക്കയാണ് വിളിച്ചു പറഞ്ഞത്. ടോണിയിൽ നിന്ന് വന്ന വിവരങ്ങൾ അറിഞ്ഞതും അതുവരെ മിണ്ടാതെ നിന്ന ഡെവി പെട്ടെന്ന് അവൻ്റെ മുറിക്കകത്തേക്ക് കയറി. ടെൻഷനോടെ നടന്നു പോകുന്ന ഡെവിയെ കണ്ടതും റോണിയും ടോണിയും അവന് പുറകെ പോയി. മുറിയുടെ വാതിൽ തുറന്നകത്ത് കയറിയ ഡെവി തൻ്റെ കബോർഡ് വലിച്ചു തുറന്നു. അതിൽ നിന്നും ഒരു ഗൺ പുറത്തേക്കെടുത്തു. അതിലേക്ക് നോക്കുമ്പോൾ ഡെവിയുടെ മുഖം ക്രൂരവും വന്യവുമായിരുന്നു. അർജുൻ. ആ പേര് പറയുമ്പോൾ ഡെവിയുടെ കടപ്പല്ലിൽ അവനോടുള്ള ദേഷ്യം കടിച്ചമർത്തുന്നുണ്ടായിരുന്നു. ടോണിയെയും റോണിയെയും നോക്കാതെ ആ ഗണ്ണെടുത്ത് അവൻ അരയിലേക്ക് തിരുകി. എന്നിട്ട് മുന്നോട്ട് നടന്നു. ഇച്ചായ, ഞങ്ങളും. പുറകിൽ നിന്ന് ടോണി വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ആ പൊന്ന മോനെ വകവരുത്തി എൻ്റെ പെണ്ണിനെ കൊണ്ട് തിരിച്ചു വരാൻ എനിക്കറിയാം. പിന്നെ ആരിഫിനെ വിളിച്ച് അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറയണം. എൻ്റെ പുറകെ വരരുത്. അവസാന വാക്ക് താക്കീതോടെയാണ് അവൻ അവരോട് പറഞ്ഞത്. ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി വെപ്രാളത്തോടെ കാറിനടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു അനുരാധ. ഇന്നോളം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല. അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടില്ല. എന്തിന് ഉള്ളിലെ പ്രണയം പോലും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഒരു പരാതി പോലും പറയാതെ എന്നോടൊപ്പം കഴിഞ്ഞ 6 മാസം ജീവിച്ചവൾ, തന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചവൾ, അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതൊരിക്കലും തനിക്ക് സഹിക്കാൻ കഴിയില്ല. അർജുൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും ദേഷ്യത്തിൽ അവൻ്റെ മുഖം തെളിഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുൻപോട്ട് പോയപ്പോഴേക്കും റോണി ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. തലയിൽ വല്ലാത്ത ഭാരം തോന്നിയതും അസ്വസ്ഥതയോടെ അനു കണ്ണു തുറന്നു. ഒരു ഇരുട്ടുമുറിയിലാണ് താനുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായി. രാകേഷിൻ്റെ തലക്കഴിച്ച് കാറിൽ പിടിച്ചുകൊണ്ട് വന്നതും മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. അവൾ തനിക്ക് ചുറ്റുമൊന്ന് നോക്കി. ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അവൾ ആകെ തളർന്നിരുന്നു. ചുറ്റും ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ആ മുറിയിൽ മുകളിലെ എയർ ഹോളിലൂടെ കുറച്ച് വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമല്ല. ആരുമില്ലാതെ തനിച്ച്, അതും ഒരു ഇരുട്ടുമുറിയിൽ. ഭയം കൊണ്ട് അനു വിറയ്ക്കാൻ തുടങ്ങി. തന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതും എന്തിനു വേണ്ടി? ഇനി ആർക്കാണ് തന്നോട് പക? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പെട്ടെന്നാണ് ആ മുറിയിൽ വെളിച്ചം വീണത്. പെട്ടെന്ന് തൻ്റെ കണ്ണിലേക്ക് വെളിച്ചം വീണതും അവൾ ഒരു പ്രതീക്ഷയോടെ തല ഉയർത്തി നോക്കി. എന്നാൽ മുൻപിൽ നിൽക്കുന്ന രൂപം അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അനു ആ രൂപത്തിലേക്ക് തന്നെ നോക്കി നിന്നു. പതിയെ തൻ്റെ മുൻപിലേക്ക് നടന്നു വരുന്നത് ഒരു സ്ത്രീ രൂപമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മുന്നിലേക്ക് വരുന്ന സ്ത്രീ എന്തായാലും തന്നെ രക്ഷിക്കാനല്ല എന്നുള്ളത് ഉറപ്പാണ്. അനുവിൻ്റെ മുഖത്ത് ഭയം കൊണ്ട് വിയർപ്പ് പൊടിഞ്ഞു. എന്നാൽ അടുത്തേക്ക് വരുംതോറും തെളിഞ്ഞു വരുന്ന അന്നയെ കാണി അനുവിൻ്റെ മുഖം ആ അവസ്ഥയിലും ദേഷ്യം കൊണ്ട് ചുവന്നു. അതുവരെ അവളിൽ നിറഞ്ഞു നിന്ന ഭയം എങ്ങോട്ടോ പോയിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അന്ന അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അലീനയുടെ കാര്യത്തിൽ എനിക്ക് വന്ന പിഴവ് നിന്റെ കാര്യത്തിൽ സംഭവിക്കില്ല. അനുവിൻ്റെ മനസ്സ് നിറയെ അന്നയോടുള്ള വെറുപ്പ് വീണ്ടും വീണ്ടും നിറഞ്ഞു നിന്നു. അലീനയുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വരും തോറും അന്നയുടെ കരണത്ത് തൻ്റെ കലി തീരുന്നത് വരെ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കാൻ തോന്നി അവൾക്ക്. അലീന ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ അന്നയുടെ കൈകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവൾ തന്നോട് അങ്ങനെ പറഞ്ഞത്. ദേഷ്യം കൊണ്ടോ അവളോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തൻ്റെ നിസ്സഹായ അവസ്ഥയെ ഓർത്തുകൊണ്ടോ അനുവിൻ്റെ കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. എന്നാൽ ചെയറിൽ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന അനുവിനെ കാണി അന്നയുടെ കണ്ണുകൾ ക്രൂരമായി ഒന്ന് വെട്ടിത്തിളങ്ങി. മുഖമൊന്ന് ചൊടിച്ചുകൊണ്ട് പുച്ഛത്തോടെ അന്ന ചിരിച്ചു.
എന്നിട്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അലറി. ഇന്നത്തോടെ നിന്റെ ശല്യം ഞാൻ തീർക്കും. എനിക്ക് മുൻപിൽ ആര് തടസ്സമായാലും അവരെ വെട്ടി വീഴ്ത്തിയിരിക്കും ഞാൻ ഇവിടെ. ഡെവിയിലേക്കുള്ള എൻ്റെ തടസ്സം നീയാ. അവൻ്റെ ജീവിതത്തിലേക്ക് എന്ന് നീ കടന്നു അന്ന് മുതൽ നീ എനിക്ക് തടസ്സമാണ്. പക്ഷേ അവൻ നിന്നെ വെറുപ്പാണ് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ അധികം വൈകാതെ നീ അവൻ്റെ മനസ്സിനെയും സ്വാധീനിച്ചു. അവൻ എൻ്റെയാ, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഒന്നുകൂടെ അവളുടെ കയ്യിൽ മുറുക്കിക്കൊണ്ട് അനുവിനെ നോക്കി. ഒരു ഭ്രാന്തിയെ പോലെ അന്ന അലറി. അപ്പോഴും അന്നയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അനു. അന്നയുടെ പിടിയിൽ താങ്ങാൻ കഴിയാത്തതുപോലെയുള്ള വേദന അനുഭവപ്പെട്ടിരുന്നു അവൾക്ക്. അന്ന അമർത്തി പിടിച്ച അവളുടെ കയ്യിൽ അന്നയുടെ വിരലിൻ്റെ അടയാളം ചുവന്ന് തെളിഞ്ഞു കാണാം. ദേഷ്യവും വെറുപ്പും നിറച്ചുകൊണ്ട് അന്നയെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അന്നയെ ആരോ അവളിൽ നിന്ന് ദേഷ്യത്തോടെ പിടിച്ചു മാറ്റിയത്. അതോടെ അനുവിൽ അമർന്നിരുന്ന അന്നയുടെ കൈ പിൻവലിച്ചു. നേരിയ രീതിയിലുള്ള ആശ്വാസം തോന്നിയതും അവൾ മുൻപിൽ നിൽക്കുന്ന ആളെ തല ഉയർത്തി നോക്കി. അവർ ശരീരത്തിൽ കുത്തിവെച്ച ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കൊണ്ട് അനുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ കാണാനുള്ള തിടുക്കം കൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകളെ തുറന്നു പിടിച്ചിരുന്നു അനു. തൻ്റെ ആളുകളെ പറഞ്ഞയച്ച് രാകേഷിൻ്റെ അടുത്ത് നിന്ന് അനുവിനെ തട്ടിക്കൊണ്ടുവന്ന് പൊളിഞ്ഞു കിടക്കുന്ന പഴയ ഗോഡൗണിൽ പൂട്ടിയിരിക്കുകയായിരുന്നു അർജുൻ. ഉടനെ തന്നെ അന്നയെ വിവരം അറിയിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് അനുവിനെ കാണാനുള്ള ആവേശമായിരുന്നു അർജുനിൽ. കുറേ കാലമായി മനസ്സിൽ കയറിയ പെണ്ണ്, അവളോട് തനിക്കുള്ളത് എന്ത് വികാരമാണെന്ന് അവൻ പോലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്നയ്ക്ക് ഡെവിയോട് തോന്നുന്ന അതേ വികാരം തന്നെയാണ് അവൻ അനുവിനോട് തോന്നുന്നത്. അതിനെ പ്രേമമെന്ന് വിളിക്കണോ അതോ കാമമെന്ന് വിളിക്കണോ എന്ന് അവർക്ക് പോലും അറിയില്ല. തിടുക്കത്തോടെ ഗോഡൗണിൻ്റെ ഒരു മറവിലേക്ക് തൻ്റെ കാറ് നിർത്തിയതിനു ശേഷം അർജുൻ അതേ തിടുക്കത്തോടെ അകത്തേക്ക് കയറി. ആ സമയം മുഴുവൻ അവൻ്റെ മനസ്സിൽ അവളായിരുന്നു, അനുരാധ. എന്നാൽ ഗോഡൗണിനകത്തെ കാഴ്ച അവനെ ആകെ ദേഷ്യം പിടിപ്പിച്ചു. അനുവിൻ്റെ കവിളിലും കയ്യിലും അമർത്തി പിടിച്ച് അവളോട് അലറുന്ന അന്ന. നിറഞ്ഞു നിൽക്കുന്ന അനുവിൻ്റെ കണ്ണുകൾ കണ്ടതും അർജുനിൽ അന്നയോട് അത്രത്തോളം ദേഷ്യം തോന്നി. അതേ ദേഷ്യത്തോടെ അനുവിനെ അന്നയിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു അർജുൻ ആ നിമിഷം. നീ എന്താണ് കാണിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അനുവിനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന്. എന്നിട്ടും അവളുടെ നേർക്ക് കൈ ഉയർത്തുന്നോ? അന്നയുടെ കയ്യിൽ ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറയുന്ന അർജുനെ അനു വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു. കൈയെടുക്ക്. തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെ ശ്രദ്ധിക്കാതെ അർജുനിൽ നിന്ന് കുതറിക്കൊണ്ട് അന്ന ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് ഇവളെ കൊല്ലാനുള്ള പകയുണ്ട്. എന്നിട്ടും ഞാനതൊന്നും ചെയ്യാതിരിക്കുന്നതേ നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ്. നീ പറഞ്ഞതുപോലെ നിന്റെ കയ്യിൽ ഇവൾ എത്തിക്കഴിഞ്ഞാലേ പിന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിലങ്ങ് തടിയായിട്ട് ഇവൾ വരില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രം. എന്നാൽ ഇതെല്ലാം കേട്ട അനു ആകെ തറഞ്ഞിരിക്കുവായിരുന്നു. അർജുൻ, അപ്പോൾ അന്നയുടെ കൂടെ എല്ലാത്തിനും അവനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അലീന, അവളെ? ഇത്രയൊക്കെ അവർ തമ്മിൽ അടുപ്പമുള്ള സ്ഥിതിക്ക് അർജുനാണ് പ്രതിയെന്ന് ഉറപ്പിക്കാൻ അനുവിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഓർക്കുന്തോറും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മനസ്സിലേക്ക് വരുന്നത് അലീനയുടെ മുഖം മാത്രമാണ്. ഈ മൃഗങ്ങളുടെ ഇടയിൽ അവൾ എത്രത്തോളം സഹിച്ചിട്ടുണ്ടാകും. അർജുനോട് അന്നയോടുമുള്ള വെറുപ്പ് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. ആ വാക്ക് ഞാൻ പാലിക്കും അനു. ഇനിയും ഒരിക്കലും ഡേവിഡിൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല. ഇവൾ സമ്മതിച്ചാൽ ഇന്ന് തന്നെ ഞങ്ങൾ ഈവനിങ് ഫ്ലൈറ്റിന് മലേഷ്യയിലേക്ക് പോകും. പിന്നെ ഡേവിഡിന് എന്നല്ല ആർക്കും ഞങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നീയും എൻ്റെ ഒപ്പം അന്ന് ഉണ്ടായിരുന്നു എന്ന് ആരും അറിയില്ല. പകരം എല്ലാവരും അറിയുന്നത് അനു എൻ്റെ കൂടെ ഒളിച്ചോടി എന്നായിരിക്കും. പിന്നെ നിനക്ക് അവനെ നേടാൻ വളരെ എളുപ്പമല്ലേ? ഗൂഢമായ ചിരിയോടെ അർജുൻ അത് പറയുമ്പോൾ അന്നയുടെ കണ്ണുകൾ സംശയത്തോടെ അവനെ നോക്കി. നീ പറഞ്ഞതുപോലെ നടക്കുമെന്ന് എന്താ ഉറപ്പ്? ആരിഫിൻ്റെ കയ്യിലുള്ള CCTV വിഷ്വൽ അവരുടെ കയ്യിൽ കിട്ടിയാൽ അതിന് പിന്നിൽ ഞാനുമുണ്ടെന്ന് എല്ലാവരും അറിയില്ലേ? അന്ന സംശയത്തോടെ ചോദിച്ചതും അർജുൻ അവളുടെ തോളിൽ കൈവച്ച് ഒരു കൗശലക്കാരനെ പോലെ സംസാരിച്ചു തുടങ്ങി. ഇങ്ങോട്ട് നോക്കന്ന, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആരിഫ്, അവൻ്റെ കയ്യിൽ ആ CCTV വിഷ്വൽ ഇല്ല. അക്കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ആത്മവിശ്വാസത്തോടെ തന്നോട് സംസാരിക്കുന്ന അർജുനെ അന്ന സംശയത്തോടെ നോക്കി. പിന്നെ ഒന്ന് ചിരിച്ചു. കാരണം അർജുൻ എന്ന കൗശലക്കാരൻ്റെ കുരുട്ടുബുദ്ധിയുടെ ആഴം അവൾക്ക് നന്നായി അറിയാം. തൻ്റെ വാക്കുകളിൽ അന്ന് വീണു എന്ന് മനസ്സിലായതും അർജുൻ അന്നയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പം നീ ഒന്ന് ചില്ലാവ്. നിന്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സ്വകാര്യമായി സംസാരിക്കാനുണ്ട്.
തങ്ങളെ തന്നെ അവജ്ഞയോടെ നോക്കുന്ന അനുവിനെ നോക്കിക്കൊണ്ട് വശ്യമായ ചിരിയോടെ അർജുൻ പറഞ്ഞതും ഒരു പുച്ഛച്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അന്ന മുറി വിട്ടിറങ്ങി. അന്ന പോയ വഴിയെ ഒന്ന് പുച്ഛത്തോടെ നോക്കി അർജുൻ. ആ സമയം അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് അനുവിന് നേരെയാണ്. അവളുടെ ശരീരത്തെ ആകമാനം ചൂഴ്ന്നു നോക്കിക്കൊണ്ട് അർജുൻ അനുവിന് നേരെ നടന്നിരുന്നു. എന്നാൽ തന്നെ ചൂഴ്ന്നു നോക്കിക്കൊണ്ടുവരുന്ന അർജുനെ കാണി അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അനുവിൻ്റെ അടുത്തേക്ക് വന്ന അർജുൻ തന്നെ കണ്ടത് മുഖം തിരിച്ച് അവളെ കാണി ദേഷ്യം വന്നിരുന്നു. എങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയിരുന്നു അവൻ. അനു കെട്ടിയിട്ടിരുന്ന അവളുടെ കയ്യിൽ പതിയെ തലോടിയതും വെറുപ്പോടെ അവനെ നോക്കിയിരുന്നു അവൾ. തന്നെ വെറുപ്പോടെ നോക്കുന്ന അനുവിൻ്റെ കയ്യിലെ കെട്ട് പതിയെ അഴിച്ചു തുടങ്ങിയിരുന്നു അവൻ. തൻ്റെ കയ്യിലെ കെട്ട് ലൂസായതും തല ഉയർത്തി നോക്കി അനു കാണുന്നത് കയ്യിലെയും മറ്റും കെട്ടഴിച്ച് മാറ്റുന്ന അർജുനെയാണ്. ആ കെട്ട് പൂർണ്ണമായും തന്നിൽ നിന്ന് അടർന്നു വീണതും ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റി നിന്നിരുന്നു അനു. ആശ്വാസത്തോടെ ശ്വാസമൊന്ന് ആഞ്ഞു വലിക്കുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തിരുന്നു അർജുൻ. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെങ്കിലും അവൻ്റെ ശരീരം സ്പർശിക്കുന്ന ഇടം തനിക്ക് പുഴുവരിക്കുന്നത് പോലെ തോന്നിയിരുന്നു അനുവിന്. ഛേ വിട്! അറപ്പോടെ അവനിൽ നിന്ന് കുതറി മാറുമ്പോൾ അവൻ സ്പർശിച്ചിടത്തെല്ലാം പൊള്ളുന്നത് പോലെ തോന്നി അവൾക്ക്. എന്നാൽ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അർജുൻ. തന്നെ നോക്കുന്ന അർജുനെ കണ്ടതും അവൾ സാരി കൊണ്ട് തൻ്റെ ശരീരം പുതച്ചു പിടിച്ചു. എന്നാൽ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ അടുത്തേക്ക് വന്നു. നീ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നിനക്ക് വേദനിച്ച അതിൻ്റെ ഇരട്ടി എനിക്കല്ല വേദനിക്കുന്നത്. നീ ഉള്ളത് ഇവിടെയല്ലേ, എൻ്റെ ഹൃദയത്തിൽ. തൻ്റെ നെഞ്ചിൽ കൈപ്പിണച്ചുകൊണ്ട് പറയുന്ന അർജുനെ കാണി അവളിൽ ഒരേ സമയം ഭയവും വെറുപ്പും കുമിഞ്ഞുകൂടി. കാരണം അവൻ്റെ ശാന്തമായ ഈ പെരുമാറ്റം അതൊരു ഭയം അവളിൽ സൃഷ്ടിച്ചിരുന്നു. അനു, നീ എന്നെ ഇങ്ങനെ നോക്കല്ലേ. കണ്ട അന്ന് മുതൽ നീ എൻ്റെ ഉള്ളിൽ കയറി കൂടിയതാ. പക്ഷെ ആ ഡേവിഡ് അവനെല്ലാം തകർത്തു. അന്ന് നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ കുറച്ച് പേര് കോളേജിലേക്ക് വന്നപ്പോൾ നിനക്കുള്ള വിവാഹാലോചനയാണെന്ന് കരുതിയ ഞാൻ അത്രയും മോശമായിട്ട് അവരോട് പറഞ്ഞത്. എന്നിട്ട് നടന്നതോ? അവൻ നിന്നെ വിവാഹം കഴിച്ചു. സത്യത്തിൽ അവനെ എനിക്കറിയുകയെ കൂടിയില്ല. പക്ഷെ അവൻ്റെ പെങ്ങളെ, അവളെ എനിക്ക് നന്നായിട്ടറിയാം. സത്യത്തിൽ ഞാൻ അറിഞ്ഞതുപോലെ അവളെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അനുവിനെ നോക്കിയൊന്ന് വശ്യമായി അർജുൻ പറഞ്ഞതും അവനോടുള്ള വെറുപ്പ് കൂടി വരുന്നത് അനു അറിഞ്ഞു. തളർന്നു കിടക്കുന്ന അലീനയുടെ മുഖം മനസ്സിലേക്ക് വീണ്ടും വന്നതും അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സത്യത്തിൽ അവളൊരു മുതലായിരുന്നു. ദേ ഇപ്പോഴും അവളുടെ വിയർപ്പിൻ്റെ ഗന്ധം എൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. വല്ലാത്തൊരു... അർജുൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് അനുവിൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിച്ചിരുന്നു. ഒരു നിമിഷം ആടിയിൽ അർജുൻ പകച്ചുപോയി. അവളിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുവരെ ശാന്തനായിരുന്ന അർജുൻ്റെ മുഖത്ത് ചുവപ്പ് പടർന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. വലിഞ്ഞു മുറുകി അവൻ്റെ മുഖത്ത് ഞരമ്പുകൾ എഴുന്നേറ്റു നിന്നു. എടി പന്ന മോളെ എന്ന് വിളിച്ചുകൊണ്ട് അർജുൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോൾ എൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നു. നിന്റെ ശരീരത്തിനോട് എനിക്ക് ഭ്രമമുണ്ട്. മാത്രമല്ല മറ്റൊരു പെണ്ണിനോടും തോന്നാത്തൊരു പ്രത്യേക ഇഷ്ടം എനിക്ക് നിന്നോട് തോന്നി. ജീവിതകാലം മുഴുവൻ നിന്നെ അനുഭവിക്കാൻ ഒരാഗ്രഹം. അതുകൊണ്ട് നീ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം മാറ്റിയതിനു ശേഷം നിന്നെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാകും. എന്തായാലും നീയായി എൻ്റെ ദേഹത്ത് കൈവച്ചതിന് ശേഷം നിന്നെ ഇനി വെറുതെ വിട്ട ഞാൻ ആണാണെന്ന് പറയുന്നതിൽ എന്താടി അർത്ഥം? അവൻ്റെ വാക്കുകൾ കേൾക്കെ അനു ഒന്ന് വിറച്ചുപോയി. അവന് കീഴിൽ തനിക്ക് അടിയറവ് പറയേണ്ടി വരുമോ എന്ന് അവൾ ഭയപ്പെട്ടു. ഡെവിയെ പ്രണയിക്കുന്ന മനസ്സും അവനുമായി പ്രണയം പങ്കുവച്ച ശരീരവും മറ്റൊരാൾ സ്വന്തമാക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഡെവിയല്ലാതെ മറ്റൊരാളെയും തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അനുവദിക്കല്ലേ എന്നവൾ മൗനമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അവളെ നോക്കിയൊന്ന് വശ്യമായും ക്രൂരമായും ചിരിച്ചു അർജുൻ. തൻ്റെ അടുത്തേക്ക് പൈശാചിക ഭാവത്തോടെ വരുന്ന അർജുനെ കാണി അനു അവനെ എതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളെപ്പോലൊരു സ്ത്രീക്ക് അതിനുള്ള ശക്തിയില്ലായിരുന്നു. അവർ കുത്തിവെച്ച മയക്കുമരുന്നിൻ്റെ സഡേഷൻ കാരണം അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ നേരെ വരുന്ന അർജുൻ്റെ മുഖം കാണി അനു കണ്ണുകൾ മുറുകെ അടച്ചു. വലിയൊരു അലർച്ചയോടെ അർജുൻ നിലത്തേക്ക് പതിക്കുന്നതും തന്നെ ഒരു കൈകൊണ്ട് താങ്ങുന്നതും അബോധാവസ്ഥയിലും അനു അറിയുന്നുണ്ടായിരുന്നു.